ഡ്രേക്ക് പാസേജ് അല്ലേ? അത് കാണുന്നത് നമുക്ക് തന്നെ വളരെയധികം. അത് ഞാൻ കാണിച്ചത് കുറവാ. അത് തന്നെ ഒരു ഭീകരാവസ്ഥ ഉണ്ടെങ്കിൽ അതിനേക്കാളും വലുതായിരുന്നു സാധാരണ. കാരണം അത് ഫസ്റ്റ് ഡേ മൊത്തം ഞാൻ കിളി പോയിട്ട് വാളൊക്കെ വെച്ച് റൂമിൽ കിടപ്പായിരുന്നു. എണീക്കാൻ പറ്റില്ല ഒരു ഡേ മൊത്തം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് വീഡിയോ എടുത്തെങ്കിൽ ഇതിലും ഭീകരമായിട്ടുള്ള വീഡിയോ ഒക്കെ കിട്ടിയാണ്. ഞാൻ പേടിയുണ്ടായിരുന്നില്ലേ? പേടിയായിരുന്നില്ലേ? പേടിയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഈ ആട്ടമാണ് നമുക്ക് അത് തലവേദന എടുത്തിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. എന്ന് വെച്ചാൽ സീ സിക്നെസ് ആണ്, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കില്ല നമ്മൾ വാളോട് വളായിരിക്കും. അങ്ങനെ ഒരു ദിവസം മൊത്തം കിടന്നുപോയി. പിറ്റേ ദിവസം എടുത്ത വീഡിയോസൊക്കെയാണ് ആ വീഡിയോയിൽ ആഡ് ചെയ്തേക്കണം. ഡ്രേക്ക് പാസേജ് അല്ലേ? അത് അത്രയും ഡേഞ്ചറസ് അല്ല അവിടെ. അതെന്ന് വെച്ചാൽ 2 കടല് ഒന്നിക്കണ ഒരു സ്ഥലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി. പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും കൂടി കണക്ഷൻ ഉള്ള സ്ഥലം. അപ്പോൾ അതുമല്ല, അവിടെ ഒരു ഏതാണ്ട് 1000 കിലോമീറ്റർ വേറെ കടലിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് തെര അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ഒരു 1000 കിലോമീറ്റർ ഫ്രീ സ്ഥലമാണ്. ഐലൻഡുകളോ കരഭാഗവും ഇല്ല. ഈ 1000 കിലോമീറ്റർ ഏരിയയിൽ വെള്ളം അവിടെ നിന്നും വരുന്നു ഇവിടെ നിന്നും വരുന്നു, ഇങ്ങനെ കലർന്ന് പറഞ്ഞ് എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ലാണ്ട് കറങ്ങുകയാണ്. അതാണ് അത്രയും ഡേഞ്ചർ വരുന്നത്. പിന്നെ കാലാവസ്ഥയും മോശമായി കഴിഞ്ഞാൽ അതിൽ വലിയ പ്രശ്നമാണ്.